السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ എന്നെ കേൾക്കുന്ന സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം ഈ കേൾക്കലും കൂടലും പിരിയലും വലിയൊരു സൽക്രമമായി നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ റമളാനിൻ്റെ പുണ്യരാപ്പകലുകളാണ് നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിശുദ്ധമായ റമളാൻ സമാപിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ നാം എന്ത് വെച്ചു, നാം എന്ത് ചെയ്തു, എന്ത് പ്രവർത്തിച്ചു, എന്ത് ചോദിച്ചു, എന്ത് കിട്ടി, ഇതിനെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടവരാണ് നാമൊക്കെ. ഈ റമളാനിൽ നാം ഉണ്ട്, അടുത്ത റമളാനിൽ നാം ഉണ്ടാകുമോ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധമായ റമളാനിൽ നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് ഒരു ശുദ്ധ ഹൃദയത്തോടുകൂടെ ആയിരിക്കണം ഈ റമളാൻ നമ്മളിൽ നിന്ന് സലാം പറയേണ്ടത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വിശുദ്ധമായ ഖുർആനിൻ്റെ ദിവ്യ സന്ദേശം കേട്ടപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരനായി പരിശുദ്ധമായ ഇസ്ലാമിനെ ഇസ്സത്തുണ്ടാക്കി തന്ന ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ചാട്ടാവായ ഒരു വടിയുമായിട്ട് തോട്ടത്തിലേക്ക് ഇറങ്ങും. എന്തിന്? എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സ്വന്തം ശരീരത്തിൽ ഇങ്ങനെ അടിച്ച് ചോദിക്കും, എന്തേ ഉമറെ ഇന്ന് അവിടേക്ക് പോകാഞ്ഞത്? ആ നന്മ എന്തുകൊണ്ട് ചെയ്തില്ല? ഇന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് സ്വന്തം ശരീരത്തെ പഠിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരത്തെ ചോദ്യം ചെയ്യുക. ഈ ശരീരത്തിൻ്റെ ഉള്ളറയിൽ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവാണ് ശുദ്ധമാവേണ്ടത്, ആ ആത്മാവാണ് നന്നാവേണ്ടത്. അതിനുള്ള പണിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഭൂമി ലോകത്തിൽ നിന്ന് നാം ചെയ്തു തീർക്കേണ്ടത്. അതായിരുന്നു ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് പഠിപ്പിച്ചത്. സ്വഹാബത്തിൻ്റെ അടുത്ത് അരുതാത്തത് വരുമ്പോ നോ എന്ന് പറയാൻ കൂടെ ഉണ്ടായിരുന്നു ആരംഭപ്പൂവായ മുത്തുള്ളി മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ പരിശുദ്ധമായിട്ടുള്ള റമളാനിൽ അല്ലാഹുവിനോടൊന്ന് മനമുരുകിയിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ദുആ ചെയ്താൽ എല്ലാം അല്ലാഹു പുറത്തു തരും. നമ്മുടെ ഖൽബ് വൃത്തിയാവും. നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ ഇബാദത്ത് ഒരു യഖീൻ ഉറപ്പാക്കാൻ നമുക്ക് കഴിയുക, ഒരു ഉറപ്പാക്കാൻ നമുക്ക് കഴിയുക. പടച്ചോനെ, ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ നിസ്കാരം ഖലാക്കില്ല, ഞാൻ ഹറാമിലേക്ക് പോകില്ല, ഞാൻ വേണ്ടാത്തതിലേക്ക് പോകില്ല എന്ന് പറയാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. അല്ലാഹുവിൻ്റെ ദർബാറിലേക്ക് കരമുയർത്തിയിട്ട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു കേൾക്കുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ. അല്ലാഹു സ്വീകരിക്കും. ഒരു പെണ്ണിങ്ങനെ നടന്നു പോകുമ്പോൾ ആ പെണ്ണിൻ്റെ പുറകിലതാ ഒരു ചെറുപ്പക്കാരൻ നടന്നു നീങ്ങുന്നു. ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, പെണ്ണേ, നിന്റെ കണ്ണെനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ആ ചെറുപ്പക്കാരനോട് ആ പെണ്ണ് പറയുന്നു, ഒരല്പം ഇവിടെ ഇരിക്കണം, എൻ്റെ കണ്ണല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ടത്,
ഒരാണ് ഇഷ്ടപ്പെട്ട കണ്ണെനിക്ക് ദുനിയാവിൽ നിന്ന് വേണ്ട എന്ന് പറഞ്ഞ് ആ പെണ്ണവിടെ നിന്ന് നടന്നു നീങ്ങുന്നു തൊട്ടപ്പുറത്ത് സ്വന്തം വീട്ടിലേക്ക്. ആ വീട്ടിൽ പോയി ഒരു കത്തിയെടുത്തിട്ടൊരു പാത്രമെടുത്തിട്ട് ആ കണ്ണാ പെണ്ണങ്ങ് കുത്തിപ്പൊട്ടിക്കുന്നു. 2 കണ്ണും അങ്ങ് കുത്തിപ്പൊട്ടിച്ചു. തൻ്റെ തോഴിയെ വിളിച്ചിട്ട് പറഞ്ഞു, തോഴി, എന്നെ കാത്തിരിക്കുന്നൊരു മനുഷ്യനുണ്ട്, ആ മനുഷ്യനക്ക് കൊണ്ടുപോയിട്ട് ഈ കണ്ണ് കൊടുക്കണം. തോഴി അത്ഭുതപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, 2 കണ്ണുമില്ലാത്ത തൻ്റെ വീട്ടിലെ മുതലാളിച്ചിയെ കണ്ടപ്പോ തോഴിയാകെ അത്ഭുതപ്പെട്ടു. മുതലാളിച്ച് പറഞ്ഞതുപോലെ ആ കാത്തിരിക്കുന്ന അയാളുടെ മുമ്പിലേക്ക് ഈ പാത്രമായി ചെല്ലുകയാണ്. പാത്രമങ്ങ് തുറന്നു നോക്കിയപ്പോൾ 2 കണ്ണ് കണ്ടിട്ട് അത്ഭുതപ്പെടുന്നു. ചോദിച്ചു, ഇത് കണ്ണാണല്ലോ, നിങ്ങൾ നേരത്തെ കണ്ട പെണ്ണിന്റെ കണ്ണാ? അള്ളാഹുവിൻ്റെ ഭൂമി ലോകത്തിൽ നിന്നൊരു ഇഷ്ടപ്പെട്ട കണ്ണെനിക്ക് വേണ്ട, നാളെ പടച്ച റബ്ബ് ചോദിക്കുമല്ലോ എന്ന് പേടിച്ച് 2 കണ്ണുമതാ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ആ മനുഷ്യൻ ചിന്തിച്ചു, അല്ലാ, എൻ്റെ അവസ്ഥ എന്താണ്? പാവപ്പെട്ട സാധുവായ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ച് അയാൾ പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞിട്ട് തൗബ ചെയ്തപ്പോൾ ഒരു കാലഘട്ടത്തിൽ അറിയപ്പെട്ട മഹാനായ ഖാജാ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു ആയി മാറി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു പെണ്ണിൻ്റെ കണ്ണ് ചൂന്താൻ കാരണക്കാരനായ ഒരു മനുഷ്യനാണ് പിന്നീട് അറിയപ്പെട്ട ഒരു വലിയ മഹാനായിട്ട് ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു മാറുന്നത്. അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ആരെയും നമ്മൾ നിസ്സാരമാക്കരുത്, ഒരാളെയും നമ്മൾ നിസ്സാരമാക്കരുത്. പഴയ കാലത്ത് ഒരുപാട് കള്ളുടിയനാ, ആ പെണ്ണല്ലേ, അതിനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റൂല. അല്ല, ഓനല്ല, ഓൻ എത്ര നന്നായിട്ടും കാര്യമില്ല. ഒരാളെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. കാരണം മനസ്സിന്റെ ചേഞ്ചിങ് ഒരൊറ്റ നിമിഷത്തെ പ്രാർത്ഥന കൊണ്ട് എല്ലാം അല്ലാഹു കൊണ്ട് പുറത്തു കൊടുക്കും. അതിന് പറ്റിയ മാസമാണ് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ. പരിശുദ്ധമായ റമളാനിന്റെ ഈ പുണ്യകരമായ രാവുകളിൽ അല്ലാഹുവിൻ്റെ ദർബാറിലേക്ക് കരമുയർത്തിയിട്ടൊന്ന് ദുആ ചെയ്യാൻ മറന്നു പോവല്ല. അതിന് പറ്റിയൊരു മാസം, അതിന് പറ്റിയ രാവ്. പടച്ചോനെ, ഖിയാമത്ത് നാൾ ഇതാ അടുത്തു വരുന്നു, യുദ്ധം ഇതാ പുറപ്പെടുന്നു, തെറ്റുകൾ നിസ്സാരമായി കാണുന്നു മനുഷ്യർ. പീഡനങ്ങൾ എന്ന് പറയുന്നത് സർവ്വസാധാരണയായി മാറുന്നു. കുടുംബത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ. പരിശുദ്ധമായിട്ടുള്ള ഇസ്ലാമിന്റെ ഷിആറുകളെ പുച്ഛിക്കുന്നു. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മുഹബ്ബത്ത് മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് പാടെ മായ്ക്കാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളാ. ഇനി നമ്മൾ എപ്പോഴാ നന്നാവുക? നാളിന്ന് പോവട്ടെ, നാളെ അതാവട്ടെ, നാളെ കുന്നാളെ ഇന്നീളം വിട്ടാട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളെ 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 എന്ന് പറഞ്ഞ് ലോട്ടറി ടിക്കറ്റ് പോലെ നമ്മളിങ്ങനെ നീട്ടിക്കൊണ്ടുപോവണ്ട. അല്ലാഹു ആയുസ് നമുക്ക് കണക്കാക്കിയാൽ ആ ഒരു സമയം വരെ നമ്മൾ ജീവിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ അവസാനിച്ചു. ഇനി ആരെന്തു പറഞ്ഞിട്ടും കാര്യമില്ല. ഏത് ടെക്നോളജികൾ വളർന്നാലും, ഏത് വലിയ ഹോസ്പിറ്റലുകൾ വളർന്നാലും അല്ലാഹുവിൻ്റെ ഖളാ വന്നാൽ പോവേണ്ടവരാണ്. പോകുന്നതിൻ്റെ മുമ്പ് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഖൽബൊന്ന് നന്നാവാൻ അല്ലാഹുവിനോട് നാം പറഞ്ഞ, നമ്മൾ ചെയ്ത, നമ്മൾ പ്രവർത്തിച്ച ഒരുപാട് തെറ്റുകളുണ്ട്. തിരുവനന്തപുരത്ത് ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് പഠിക്കുന്ന ഒരു പെണ്ണ്, മംഗലാപുരത്ത് ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു വിദ്യാർത്ഥി,
ആ വിദ്യാർത്ഥി തൻ്റെ നാടായ മലപ്പുറത്തിലേക്ക് വരുമ്പോൾ, കോഴിക്കോട്ടേക്ക് വരുമ്പോൾ കണ്ണുകൊണ്ട് എത്ര തെറ്റ് ചെയ്തു അല്ലാ, കാലുകൊണ്ട് എത്ര തെറ്റ് ചെയ്തു അല്ലാ, ഹൃദയം കൊണ്ട് എത്ര തെറ്റുകളാ മനസ്സിലാക്കിയത് അല്ലാ. പടച്ച റബ്ബേ, എനിക്കൊന്ന് മാപ്പ് നൽകണം അല്ലാ. പരീക്ഷയിൽ മാത്രം പടച്ചവനെ പേടിച്ചാൽ പോരാ, എന്തെങ്കിലും അപകട മുസീബത്ത് ബലാ വരുമ്പോൾ മാത്രം അല്ലാഹുവിനെ ഓർത്താൽ പോരാ. എല്ലാ സമയത്തും പടച്ച റബ്ബിന്റെ ദർബാറിലേക്കൊന്നു പറയാൻ, ഖൈറുകൾ വരുമ്പോൾ അൽഹംദുലില്ലാ പറയാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിനെ ഏത് നിമിഷവും നമ്മൾ ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. എപ്പോഴും അല്ലാഹ് എന്ന് പറയുന്ന ചിന്ത നമ്മുടെ ഖൽബിലേക്കുണ്ടാവണം. അതല്ലേ ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുന്നു, സ്വഹാബാ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയമേതാണ് സ്വഹാബാ? ആ സമയത്ത് സ്വഹാബത്ത് അല്ലാഹുവിൻ്റെ ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് എപ്പോഴാ ഞങ്ങളുടെ സാന്നിധ്യത്തിലിരിക്കുന്നത്? അങ്ങ് എപ്പോഴാ ഞങ്ങളോട് ഉപദേശിക്കുന്നത്? അങ്ങ് എപ്പോഴാ ഞങ്ങളെ മുമ്പിൽ നിന്ന് നിസ്കരിക്കുന്നത്? അങ്ങ് എപ്പോഴാ ഞങ്ങൾക്ക് യുദ്ധത്തിന് നേതൃത്വം നൽകുന്നത്? അങ്ങ് എപ്പോഴാ ഞങ്ങളോട് സംസാരിക്കുന്നത്? അങ്ങ് എപ്പോഴാ ഞങ്ങളെ കൂടെ പുറപ്പെടുന്നത്? അങ്ങ് എപ്പോഴാ ഞങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കുന്നത്? ആ സമയം മുഴുവനും ഞങ്ങൾക്ക് ഇഷ്ടമാണ് യാ റസൂലല്ലാഹ്. ആരംഭപ്പൂവായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബ, അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട സമയം അറിയുമോ? സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു റസൂലു അലം, ഞങ്ങൾക്കറിയില്ല നബിയേ, ഞങ്ങൾക്കറിയില്ല യാ റസൂലല്ലാഹ്. ആ സമയത്ത് ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ 3 സമയങ്ങൾ അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുന്നു. അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമയമേതാണെന്നറിയുമോ? ആ ഒന്നാമത്തെ സമയം അടിമ കരയുമ്പോഴാണ്, അല്ലാഹുവിനെ ഓർത്ത് കരയുമ്പോഴാണ് അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന് ആരംഭപ്പൂവായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അല്ലാഹനെ ഓർത്ത് ആരുമില്ലാത്ത സ്ഥലത്ത് അല്ലാഹനെ ഓർത്തുകൊണ്ട് കരഞ്ഞു പോയാൽ, ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ അവൻ്റെ കണ്ണങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് അല്ലാഹനെ ഓർത്തുകൊണ്ട് അവൻ്റെ സങ്കടങ്ങളും അവൻ്റെ പാപങ്ങളും പടച്ച റബ്ബിനോട് പറയാൻ ഒരു അടിമ തയ്യാറാകുന്ന സമയമുണ്ടല്ലോ, അത് പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന്റെ ദിവസമാകാം, അത് ഏതെങ്കിലും പകലിലാവാം, ഏതെങ്കിലും സമയത്താവാം. ഒരു അടിമാരും കാണാതെ ഒന്ന് കരഞ്ഞു പോയാൽ, പടച്ചവനെ, ഇത് പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന്റെ ദിവസമാ, അല്ലാഹു ബഹുമാനിച്ച ദിവസമാണ്, അല്ലാഹു ആദരിച്ച ദിവസമാണ്. ഈ രാത്രി ഞാനൊന്ന് ഉറക്കൊഴിയാൻ തയ്യാറായി. പള്ളിയിൽ എൻ്റെ ആണുങ്ങൾ പള്ളിയിലേക്കൊന്നു പോയി, പെണ്ണുങ്ങൾ നിസ്കാര പായിലിരുന്നിട്ട് വിശുദ്ധമായ ഖുർആനിന്റെ ദിക്റുകൾ ചൊല്ലിയിട്ട് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ഇതിങ്ങനെ 1000 വട്ടം 2000 വട്ടം 6666 വട്ടം ഇതിങ്ങനെ കണക്കെടുത്തിട്ട് ചൊല്ലിയിട്ട് അല്ലാഹുവിനോടൊന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ തയ്യാറായാൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ സങ്കടങ്ങൾ അല്ലാഹു തീർക്കും, നമ്മളുടെ പാപങ്ങൾ അല്ലാഹു തീർക്കും,
നമുക്ക് വല്ലാത്ത പ്രയാസങ്ങളുണ്ടോ, അല്ലാഹു തീർത്തു തരും. രണ്ടാമത്തെ സമയം ഏതാണെന്ന് സ്വഹാബത്ത് അള്ളാന്റെ ഹബീബിനോട് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ രംഗം ഏതാണെന്നറിയുമോ? രണ്ടാമത്തെ സമയം ഏതാണെന്നറിയുമോ? ആ സന്ദർഭം ഏതാണെന്നറിയുമോ? ഒരു കുടുംബ ബന്ധം അങ്ങ് ചെറുക്കുമ്പോഴാ. ഏതെങ്കിലും കുടുംബക്കാരകലുന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ മസ്ലഹത്താക്കിയിട്ട് ചർച്ച ചെയ്തിട്ട് അവരൊന്ന് സലാം പറഞ്ഞിട്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും അങ്ങ് ഏറ്റു പറഞ്ഞിട്ട് ഞാനെല്ലാം പൊരുത്തപ്പെട്ടു എന്ന് പറയുന്ന രംഗമുണ്ടല്ലോ, അള്ളാഹ്ക്ക് ഭയങ്കരമായി ഇഷ്ടമാണെന്ന് ആരംഭ പൂവായ മുത്തുള്ളി മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന്റെ ദിവസം, ആ ലൈലത്തുൽ ഖദ്റിന്റെ ദിവസം 4 ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല. 4 ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല. എത്ര നല്ല ദിവസങ്ങൾ വന്നാലും, എത്ര നല്ല മാസങ്ങൾ വന്നാലും, അള്ളാന്റെ മലക്കുകൾ മുഴുവനും ഈ ഭൂമി ലോകത്തിറങ്ങി വന്നാലും, വീട്ടിന്റെ അകത്തളങ്ങളിൽ പൊട്ടിക്കരഞ്ഞിട്ട് പടച്ച റബ്ബിനോട് തേടുന്ന ഒരു അടിമയുടെ ദുആ അല്ലാഹ്ക്ക് വേണ്ട. ആ അടിമ ആരാണ്? ഒന്നാരാണെന്നറിയുമോ? കള്ളുകുടിയന്മാരാണ്. കള്ളു കുടിക്കുന്ന മനുഷ്യരുടെ പ്രാർത്ഥന അല്ലാഹ്ക്ക് വേണ്ട. 2 ആരാണെന്നറിയുമോ? കുടുംബ ബന്ധം മുറിക്കുന്നവരാണ്, അവരുടെയും പ്രാർത്ഥന അല്ലാഹ്ക്ക് വേണ്ട. 3 ആരാണ്? മാതാപിതാക്കളെ നിസ്സാരമാക്കുന്നവരാണ്, മാതാപിതാക്കളെ നോക്കാത്തവരാണ്, ഉപ്പ ഉമ്മ ആരാണെന്ന് തിരിച്ചറിയാത്തവരാണ്, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തവരാണ്, അവരാണ്. ഇനി കേൾക്കണോ? 4മത്തതാരാണ്? പരസ്പരം വിദ്വേഷമുള്ളവരാണ്. അവർക്ക് എന്തെങ്കിലും ഖൈറുണ്ടാകുമ്പോ അതിലൊരു വെറുപ്പുണ്ടാവുക. ഞാൻ പറഞ്ഞു വരാം. കള്ളുകുടിയന്മാർ, അവരുടെ പ്രാർത്ഥന അല്ലാഹ്ക്ക് വേണ്ട. കുടുംബ ബന്ധം മുറിക്കുന്നവരുടെ പ്രാർത്ഥന അല്ലാഹ്ക്ക് വേണ്ട. മാതാപിതാക്കളെ നിസ്സാരമാക്കുന്നവർ അല്ലാഹ്ക്ക് വേണ്ട. മാതാപിതാക്കളെ നിസ്സാരാക്കുക എന്ന് പറഞ്ഞാൽ, ചില ഉപ്പമാർക്ക് ചില കാര്യങ്ങളുണ്ടാവും. അഥവാ ചില ഉപ്പമാർ അവരുടെ ഓരോരോ തർത്തീബുകൾ ഉണ്ടാവും. ഒരുപാട് തർത്തീബുകൾ അവർക്കുണ്ടാവും. ആ തർത്തീബ് അനുസരിച്ച് ഇങ്ങനെ പോകുമ്പോൾ അത് മക്കൾ നോക്കിയിട്ടില്ല എന്നല്ല അതിൻ്റെ പരാതി. അതിൻ്റെ പരാതി അങ്ങനല്ല. അഥവാ ഒരു ഉപ്പ ഇങ്ങനെ നടന്നു പോവുക. ആ ഉപ്പങ്ങനെ നടന്നു പോയി അങ്ങാടിയിൽ പോയി ഒരു ചായയൊക്കെ കുടിച്ച് ആളുകളുമായിട്ടൊന്ന് സംസാരിച്ച് ആ പഴയ കാലം പോലെ സാധനങ്ങളൊക്കെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു വരുന്ന ഉപ്പ, ആ ഉപ്പായിക്ക് ഏറ്റവും ഇഷ്ടം അതാകും. മക്കൾക്ക് 4-5 വണ്ടി ഉണ്ടാവും. മക്കൾ വണ്ടി കയറാൻ പറഞ്ഞാൽ വാപ്പ പറയുന്നത് ഇല്ല, ഞാനൊന്ന് നടക്കട്ടെ എന്ന്. അത് രാവിലെ നടക്കും, വൈകുന്നേരം നടക്കും. ആ ഒരു ശൈലി അത് കാണുമ്പോൾ ചില ആൾക്കാർ കരുതുന്നത്, ചില ആളുകൾ മനസ്സിലാക്കും നോക്കാത്ത മക്കളാണ്. അതുപോലെ ഉമ്മ കുറച്ച് ശൈലികൾ ഉണ്ടാകും. വീടുകളിൽ മരുമക്കൾ നോക്കുന്നില്ല എന്ന് പറയും. അഥവാ നമ്മൾ ആ പാട്ടിയും കയറിയിട്ട് ഉമ്മ വള്ളം കോരും. ഉമ്മക്ക് ആ മെഷീനിലിട്ടാണ്ട് തിരുമ്പാൻ പറ്റൂല, ഉമ്മ പുറത്തു പോയിട്ട് തിരുമ്പും. അപ്പൊ മരുമക്കളെ പറ്റി പറയോ, ആ ഉമ്മ ആ മരുവോളും മോളക്കവിടെ ഉണ്ടായിട്ട് അങ്ങനെയാണല്ലോ. അതങ്ങനല്ല. ഉമ്മാക്ക് ആ കല്ലുമ്മ തിരുമ്പിയാൽ തന്നെ, ഉമ്മ തിരുമ്പിയാൽ തന്നെ അത് ശരിയാവുള്ളൂ. അത് ചില ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ തിരുമ്പിയാൽ തന്നെ നമ്മളെ ഡ്രസ്സ് ശരിയാവുള്ളൂ, നമ്മൾ നീലമുക്കിയാൽ തന്നെ നമ്മളെ ഡ്രസ്സ് ശരിയാവുള്ളൂ. എന്നാൽ ആ ഉമ്മാനെ നോക്കുക എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഉമ്മാനോട് ഉഫിൻ ചേ എന്ന് പറയുന്ന വാക്ക് പോലും പറയാൻ പാടില്ല. ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് അനാവശ്യം പറയാൻ പാടില്ല. ഉമ്മ വേദനിക്കുമ്പോ ആഗ്രഹിക്കുന്നത് മക്കൾ അടുത്ത് വേണമെന്നാണ്. ആ ഉമ്മാക്ക് ഹോസ്പിറ്റലിൽ പോകാൻ മക്കൾ ചെലവിന് കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള പരാതികളുണ്ടോ? എന്നാൽ ആ ഉമ്മാനെ നോക്കാത്ത മക്കളാണ് അള്ളാഹുവിന്റെ ശാപം തട്ടുന്ന മക്കളോ. അവന് എത്ര വലുതായാലും ശരി,
ബാപ്പാനെ നോക്കുക എന്ന് പറഞ്ഞാൽ ബാപ്പാനെ കാറിൽ കൊണ്ടടക്കലല്ല. ബാപ്പാനെ നോക്കുക എന്ന് പറഞ്ഞാൽ ആ ബാപ്പാക്ക് മരുന്നിന് പൈസ കൊടുക്കുന്നുണ്ടോ? ബാപ്പ വേണ്ട സമയത്ത്, മക്കള് വേണ്ട സമയത്ത് ബാപ്പാക്ക് മക്കളെ കിട്ടുന്നുണ്ടോ? മക്കളോട് വല്ലതും പറഞ്ഞാൽ പോയി പണി നോക്കി എന്ന് പറയുന്നുണ്ടോ? ആ മക്കള് തിരിഞ്ഞു നോക്കാത്ത മക്കളാണോ? ബാപ്പ വരുമ്പോ മക്കള് വാതിലടച്ചുള്ളിലേക്ക് പോകുന്നുണ്ടോ? എത്ര എത്ര ഉപ്പമാരും ഉമ്മാമാരുമാണ് വൃദ്ധസദനത്തിൽ കൊണ്ടുപോയിടുന്നത്. എത്ര ഓഫീസർമാരുടെ, എത്ര എത്ര പ്രഗത്ഭരുടെ. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, 10 മാസം നൊന്ത് പ്രസവിച്ച അമ്മിഞ്ഞ പാല് തന്ന ഉമ്മ, പാടത്തും പറമ്പത്തും കൃഷിവേല ചെയ്ത് പൊന്നുപ്പ. ആ ഉപ്പയോടൊരു സ്നേഹമുണ്ടാവാൻ, ആ ഉമ്മയോട് കൽബറഞ്ഞൊരു സ്നേഹമുണ്ടാകാൻ ആളുകളെ ബോധിപ്പിക്കാനല്ല, നാട്ടുകാരറിയാനല്ല, കുടുംബം നല്ല നോക്കണ മോനാണെന്നറിയാനല്ല. കൽബിൽ ഉമ്മയോട് സ്നേഹമുണ്ടോ? അതാണ് അള്ളാന്റെ നോട്ടമുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 4-ാമത്തെ വിഭാഗമാരാണ് പരസ്പരം ശത്രുതയുള്ളവർ. ഓനെങ്ങനെങ്കിലും നശിപ്പിക്കണം, ഓനെങ്ങനെങ്കിലും ഒന്ന് കഷ്ടപ്പെടണം. താമസിക്കുന്ന വീട്ടിൽ സുഖമില്ല, 4 മാസമായിട്ടേ ഉള്ളൂ താമസം തുടങ്ങിയിട്ട്. ആ വീട്ടിൽ നിന്ന് അപശബ്ദങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ കൈയും കാലും ഒക്കെ വേദന, എപ്പോഴും കത്തി കൈമല് തട്ടുന്നു. അതുപോലെ മക്കളെപ്പോഴും കാലൊടിയുന്നു, മുറിയുന്നു. ആ വീട്ടിൽ ഒരു സുഖവുമില്ല. എന്തേ കാരണമെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മളെ വീടിൻ്റെ കയറ്റം കണ്ടിട്ട്, ഈ പണി കണ്ടിട്ട് ആരെങ്കിലും ഒരാൾ അസൂയ വെച്ചു പോയോ? കണ്ണേറ് പറ്റിപ്പോയോ? തറയിൽ വല്ലതും കൊണ്ടുവന്നിട്ട് കുഴിച്ചിട്ടോ? അസ്വസ്ഥത അന്ന് മുതൽ തുടങ്ങി. തറ ഇട്ട് വെച്ചിട്ടുള്ളൂ, പൊന്തിക്കാൻ കഴിയണില്ല. എന്തേ കാരണം? നിങ്ങളെ സിഹ്ർ വരിഞ്ഞ് മുറുക്കിയിരിക്കുന്നു. മാറ്റാനുള്ള മരുന്നാണ് നമ്മൾ തേടിയെടുക്കേണ്ടത്. മാറ്റാനുള്ള മരുന്നിന് വേണ്ടി അത് ശരിക്കും പഠിച്ച, അതിന് ശരിക്കും മനസ്സിലാക്കിയ, അതിന് നല്ല ഇജാസിയത്തുള്ള നല്ല ഉസ്താദുമാര്, നല്ല തങ്ങന്മാരെ പോയി കാണണം. അവരോട് ചികിത്സ തേടണം. വിശുദ്ധമായ ഖുർആൻ വെച്ച് ചികിത്സിക്കണം. അതുപോലെ ആരംഭപ്പൂവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയുടെ സംസാരം, അവിടുത്തെ വാക്കുകൾ അനുസരിച്ച് ചികിത്സിക്കണം. അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന നല്ലൊരു മനുഷ്യൻ്റെ അടുത്ത് ഉപദേശം തേടണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യർക്കുള്ള ടെൻഷൻ അവനാൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തതല്ല, അവനാൻ്റെ അടുത്ത് വാഹനം ഇല്ലാത്തതല്ല, അവനാർക്ക് സ്വന്തം ജീവിക്കാൻ വീടില്ലാത്തതല്ല, അവനാർക്ക് സ്വന്തമായി ബിസിനസ് ഇല്ലാത്തതല്ല. ആരാൻ്റെയിലേക്ക് പോകുമ്പോഴാണ് മനുഷ്യൻ ടെൻഷനാകുന്നത്. എന്നേക്കാൾ വലിയ വണ്ടിയാണ് അവൻ്റെ അടുത്ത്, എന്നേക്കാൾ വലിയ വീടാണ് അവൻ്റെ വീട്, എന്നേക്കാൾ വലിയ ബിസിനസ്സാണ് അവൻ്റെ ബിസിനസ്. ഞാനും അവനും ഒപ്പം തുടങ്ങിയതാണ്, ഞാനും അവനും ഒപ്പം പഠിച്ചതാണ്. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പരസ്പര വിദ്വേഷം എന്ന് പറയുന്നത്. അത് കടന്നുകൂടിയാൽ മനുഷ്യനങ്ങ് നശിച്ചു പോകും, എല്ലാം നഷ്ടപ്പെട്ടു പോകും. മനുഷ്യൻ നശിച്ചു പോകും, നഷ്ടപ്പെട്ടു പോകും. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. സ്വന്തം തീ വെറുകിനെ തിന്നുന്നത് പോലെ നമ്മളെ സ്വന്തം ശരീരം ഇങ്ങനെ തിന്ന് ഉരുകി ടെൻഷനായി മാനസിക രോഗമെന്ന് നാട്ടുകാർ പറയും. ആ രൂപത്തിലേക്കായി മനുഷ്യ ഹൃദയം മാറിപ്പോകും, മനുഷ്യ ശരീരം മാറിപ്പോകും, മൈൻഡ് മാറിപ്പോകും. അതുകൊണ്ട് അവനാൻക്കുള്ളത് അള്ളാഹു ഉദ്ദേശിച്ച ഖലാ നമ്മളെ കൊണ്ട് തടുക്കാൻ കഴിയില്ല. അവൻ അള്ളാഹു വലിയ മുതലാളിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എത്ര അസൂയ വെച്ചിട്ടും, എത്ര തിന്നിട്ടും, എത്ര ചർച്ച ചെയ്തിട്ടും കാര്യമില്ല. അവനെ അള്ളാഹു ഉയർത്തും. ഒരു മാർഗമില്ലെങ്കിൽ മറ്റൊരു മാർഗത്തിലൂടെ അള്ളാഹുവിനെ ഉയർത്തും. അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്, അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 4 വിഭാഗത്തിന് അല്ലാഹു പുറത്തു തരില്ല. ഈ 4 വിഭാഗത്തിന് അല്ലാഹു പൊറുക്കില്ല. ആരംഭ പൂവായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിലേക്ക് ഞാൻ വരാം. മൂന്നാമതായി മുത്തു ഹബീബ് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഏതാണെന്നറിയുമോ? ഒരു സമയം ഏതാണെന്നറിയുമോ? ആ സമയം ഏതാണെന്നറിയുമോ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ? അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം, അല്ലാഹുക്ക് ഒരു അടിമയിൽ കൃപ വരുന്ന സമയം, അല്ലാഹുക്ക് ഒരു അടിമയോട് ഏറ്റവും കൂറുള്ള സമയം, ആ സമയമേതാ? അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ഒന്നേതാ ഞാൻ പറഞ്ഞു, ഒന്ന് ഏതാണെന്ന് ഞാൻ പറഞ്ഞു, പൊട്ടിക്കരഞ്ഞു ദ്വാരക്കലാണ്. രണ്ടേതാണ് കുടുംബ ബന്ധം ചൊറുക്കലാണ്. മൂന്നാമതാണ് ഞാൻ പറയാൻ പോകുന്നത് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ പോകുന്നത് ഒരു പാവപ്പെട്ടവനെ സഹായിക്കലാണ്, വിശന്നവനുക്ക് ഭക്ഷണം കൊടുക്കലാണ്. ആ വിശന്ന് വരുന്ന ഒരാളിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുത്തു പോയാൽ അയാൾ പറയുന്നൊരു അൽഹംദുലില്ലാഹ്, അത് മതി നമുക്ക്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാനെ ഓർത്തുകൊണ്ടൊരൽപ്പം കരഞ്ഞുകൊണ്ട് അള്ളാഹുലേക്കൊന്ന് തേടാൻ ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ മുതലാക്കാൻ നമ്മൾ ശ്രമിക്കണേ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.